ജീവിതത്തിൽ നിങ്ങൾ ഇന്നേ വരെ ഒരു ഹിജാമ ചെയ്തിട്ടില്ലെങ്കിൽ അതിനും പറ്റിയൊരു അവസരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ആയുർവേദിക് ഡോക്ടറാണ്. നിങ്ങൾ ഫീമെയിൽ ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ ഇതിനൊരു അവസരം തന്നെയാണ്. നമ്മൾ വീട്ടിൽ പോയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ, ഹോം സർവീസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇക്കാർ തന്നെയാണ് എടുക്കുന്നത്. ബാക്ക് പെയിൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്, സ്കിൻ ഡിസീസ് ആയിക്കോട്ടെ, പിന്നെ എന്തിനൊക്കെ ഇത് നമ്മൾ ചെയ്യണത് നല്ലതായിരിക്കും. ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വരുന്നുണ്ട്. അതിന് റിസൾട്ടും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയാലോ, കുറച്ച് മെറ്റബോളിക് ഡിസീസ് ആവുമ്പോൾ കുറച്ച് ഡയറ്റ്, എക്സസൈസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. റെക്കമെൻഡഡ് ആയിട്ടുള്ള ഡയറ്റും എക്സസൈസ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് ഫോളോ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാം മാറണ്ട. യൂറിക് ആസിഡിന്റെ കംപ്ലൈന്റ് ആണെങ്കിലും വെരിക്കോസ് വെയിന് അതിനൊക്കെ നല്ല വെരിക്കോസ് വെയിനുള്ളവരൊക്കെ ഇത് ചെയ്യണത് നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിക് ശരിയായിട്ട് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ബേസിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ പുറത്തൊക്കെ നല്ല കുരുക്കള് അതുപോലെ പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഇത് നന്നായി യൂസ്ഫുൾ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിനു വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഈ കപ്പുകള്. അതില് നമുക്ക് പറഞ്ഞാൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോ പോയിന്റ്സ് വൈസ് ആണ് ഇത് വെച്ചിരിക്കുന്നത്. മീൻസ് നമ്മളൊരു സുന്ന ഒരു ബേസിക്കില് വെച്ചിട്ടുള്ളതാണ്. ചൈനീസ് മെഡിസിനിലും പറയുന്നുണ്ട്, ഇസ്ലാമിക് ബേസിലും പറയുന്നുണ്ട്. ഇത് ഇമ്മ്യൂണിറ്റി ഏരിയ ആണ്. ദെൻ ഹാർട്ട്, ലങ്സ്, ലിവർ, കിഡ്നി, ആ ഒരു ബേസിലാണ് നമ്മൾ കപ്പ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന സോറിയാസിസ് കാര്യങ്ങൾ അങ്ങനത്തെ അസുഖങ്ങളുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. നിങ്ങളുടെ അറിവിൽ ഇനി ഇതേപോലത്തെ അസുഖങ്ങൾ ബാധിച്ചവരുണ്ടെങ്കിൽ ഇതേപോലെ ഹിജാമ ഒരു സെക്ഷൻ വൈസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഭേദം ഉണ്ടാവുമെന്ന് ഡോക്ടർ പറയുന്നത്. ഈ ഹിജാമ കപ്സസ് നമ്മൾ എത്ര സമയത്തോളം വെക്കേണ്ടി വരും? നമ്മൾ മെയിൻലി ഓരോ ആൾക്കാർക്കും ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്കൊരു മുറിവ് ആയി കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവുന്ന ടൈം, അപ്പൊ ആ ക്ലോട്ട് ആവുന്ന ടൈമിൽ വരെയാണ് നമ്മൾ വെക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അപ്രൂവ് ചെയ്ത ക്ലിനിക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പുറത്തു പോയി ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ ഇപ്പൊ ചെയ്യണതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹോം സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കിയിട്ട് ഇപ്പൊ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടാ. ഇതുവരെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഞാൻ പേടിച്ചിട്ടും ചെയ്തു. എന്താ ഓളാക്കുന്ന സംഭവമുണ്ടല്ലോ, ഭയങ്കര പെയിന് ഫസ്റ്റ് ഫീൽ കിട്ടും. ആദ്യം അത് വളരെ സിമ്പിൾ. ഇതിങ്ങനെ ചെയ്യാൻ പേടിക്കണത് മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ കട്ടിങ് ആണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, പെയിൻ ഒക്കെ വളരെ കുറവുള്ള. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യാം. പിന്നെ ലേഡീസിനാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. നമ്മുടെ ഡോക്ടറും ലേഡി ഡോക്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. കപ്സ് ഒക്കെ യൂസ് വൺ ടൈം യൂസ് ചെയ്യണുള്ള നമുക്ക് കപ്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഓഫീസ് ഒന്ന് മിസ് ആക്കാൻ നിൽക്കണ്ട. എവിടെയാണ് വരുന്നത്? ഹൈകെയർ മെഡിക്കൽ സെന്റർ. ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെ ഇല്ല കേട്ടാ. നമ്മുടെ സീറിംഗ് റോഡ് മറ്റേ അല്ലിമാതി ഫിനാൻഷ്യൽ സ്ക്വയറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹൈകെയർ മെഡിക്കൽ സെന്റർ വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ താഴെ കാണാൻ നമ്പറിലേക്ക് വിളിച്ചോ. ഓക്കെ, ബൈ.